PV അൻവറുമായുള്ള ഫോൺ വിളിക്കേസിൽ മലപ്പുറം മുൻ SP സുജിത് ദാസിന് അന്വേഷണ സമിതിയുടെ ക്ലീൻ ചിറ്റ്. സുജിത് ദാസിനെ കുറ്റവിമുക്തനാക്കി ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ച് ഉത്തരമേഖല IG, ഇന്റലിജൻസ് IG എന്നിവർ തെളിവ് നൽകാൻ അൻവർ ഹാജരായില്ലെന്നും തെളിവില്ലാത്തതിനാൽ കുറ്റവിമുക്തനാക്കുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിജോ വി ജോൺ, വളരെ ഏറെ കേരളം ചർച്ച ചെയ്ത ഒരു സംഭവമാണിത്. സുജിത് ദാസിനെതിരെ വലിയ ശക്തമായ തെളിവുകളുമായാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് PV അൻവർ പറയുകയും ചെയ്തിരുന്നത്. പക്ഷേ എന്താണ് ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത്? സുജിത് ദാസിനെ പൂർണ്ണമായും കുറ്റവിമുക്തനാക്കുന്നതാണോ റിപ്പോർട്ട്? തെളിവുകളുടെ അഭാവത്തിലാണ് കുറ്റമുക്തനാക്കിയിട്ടുള്ള റിപ്പോർട്ട് നൽകുന്നത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നാലെയായിരുന്നു ആദ്യം സസ്പെൻഷൻ നടപടി വരുന്നത്. പിന്നീടാണ് വകുപ്പ് തല അന്വേഷണം നടത്തുന്നത്. ഉത്തരമേഖല IG രാജ്പാൽ മീണയും അതോടൊപ്പം തന്നെ ഇന്റലിജൻസ് IG ചേർന്നാണ് ഇത്തരത്തിലൊരു അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട തെളിവ് എന്ന് പറയുന്നത് ഈ സംഭാഷണം റെക്കോർഡ് ചെയ്ത ഡിവൈസാണ്, ആ ഫോണാണ്. ആ ഫോൺ ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആരോപണം ഉന്നയിച്ചിരുന്ന PV അൻവറിനോട് ആവശ്യപ്പെട്ടിരുന്നത്. ഈ സമിതി വ്യക്തമാക്കുന്ന ഒരു കാര്യം, നിരവധി തവണ PV അൻവറിനോട് ഇത് ആവശ്യപ്പെട്ടിട്ടും ഹാജരാക്കിയില്ല എന്നുള്ളതാണ്. ആ തെളിവില്ലാത്തതിനാലാണ് ഇപ്പോൾ കുറ്റമുക്തനാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ട് നൽകുന്നതെന്നുള്ളതാണ് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അതേസമയം തന്നെ ഈ അന്വേഷണ സമിതിക്ക് മുന്നിൽ സുജിത് ദാസ് നൽകിയിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് താൻ അത്തരത്തിൽ ഒരു സംഭാഷണം നടത്തിയിട്ടില്ല, ഇത്തരത്തിലൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഓഡിയോ നിർമ്മിച്ചതാണ് എന്നുള്ളതാണ്. എന്തായാലും അത് അങ്ങനെയാണോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തത വരണമെങ്കിൽ സ്വാഭാവികമായും ആ ഓഡിയോ റെക്കോർഡ് ചെയ്ത ഡിവൈസ്, ഫോണ് കണ്ടെത്തണം എന്നായിരുന്നു. അത് കണ്ടെത്താൻ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട റിപ്പോർട്ട് ഇന്റലിജൻസ് IG അതോടൊപ്പം തന്നെ ഉത്തരമേഖല IG സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്.